പെട്ടെന്ന് മുകളിൽ നിന്ന് വലിയൊരു പാമ്പ് ഇതുപോലെ ഭയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. ആ സംഭവം കഴിഞ്ഞു. വളരെ ചൂടേറിയൊരു ചർച്ചയാണ്. സദസ്സിൽ വലിയ പണ്ഡിതന്മാരും സൂഫിയാക്കളും എല്ലാവരുമുണ്ട്. ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ചർച്ച തുടർന്നു. ചർച്ചയുടെ വിഷയം ഖദർ ഖളാഇനെ കുറിച്ചാണ്. അഥവാ അള്ളാഹു തീരുമാനിച്ചതിനനുസരിച്ചാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. പെട്ടെന്ന് മുകളിൽ നിന്ന് വലിയൊരു പാമ്പ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ മടിയിലേക്ക് വന്നു വീണു. ചുറ്റും നിന്ന സദസ്യരെല്ലാവരും പേടിച്ച് പല ഭാഗങ്ങളിലേക്ക് മാറി. വളരെ കൂളായി ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു തൻ്റെ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോയി. പൊടുന്നനെ ആ പാമ്പ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖമീസിൻ്റെ ഉള്ളിലേക്ക് കയറി കഴുത്തിലേക്ക് വന്നു. എന്നിട്ടതിങ്ങനെ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ പേടിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. അവിടുത്തേക്ക് ഒരു ഭാവവ്യത്യാസവുമില്ല. തുടർന്ന് ആ പാമ്പ് താഴെ ഇറങ്ങി ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനോട് എന്തോ സംസാരിച്ചു. ആ സംഭവം കഴിഞ്ഞു. സദസ്യരെല്ലാവരും ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്തായിരുന്നു അങ്ങ് പാമ്പിനോട് സംസാരിച്ചത്? പാമ്പ് സംസാരിച്ചത്, ഞാൻ നിരവധി ഔലിയാക്കളെ സമാനമായി പരീക്ഷിച്ചിട്ടുണ്ട്, അവരെല്ലാം പേടിച്ച് പരിഭ്രാന്തരായിട്ടുണ്ട്, പക്ഷേ അങ്ങ് ഭയന്നിട്ടില്ല. അപ്പോൾ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പാമ്പിനോട് മറുപടി പറഞ്ഞത്രേ, അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് എല്ലാം നടക്കുക. അള്ളാഹുവിൻ്റെ വിധിയുടെ മുമ്പിൽ നീ വളരെ ചെറിയൊരു പരീക്ഷണം മാത്രമാണ് എന്ന് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അള്ളാഹുവിൻ്റെ വിധിപ്രകാരം മാത്രമേ എല്ലാം സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് നാം ഈമാൻ മുറുകെ പിടിച്ച് ക്ഷമയുള്ളവരാകണം. ما أصاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير